ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Given below is an excerpt from the local history prepared by Anu in the local history writing competition. തൻ്റെ പ്രദേശത്തെക്കുറിച്ച് അനു എഴുതിയൊരു ലോക്കൽ ഹിസ്റ്ററിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം ഈസ് സിറ്റുവേറ്റഡ് 15 കിലോമീറ്റർ എവേ ഫ്രം സൗത്ത് ഓഫ് ട്രിവാൻഡ്രം സിറ്റി. തിരുവനന്തപുരം സിറ്റിയിലെ സൗത്ത് സൈഡിലായിട്ട് ഏകദേശം 15 കിലോമീറ്റർ എവേയിലാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞ പ്രദേശം. വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ഒരു ലോക്കൽ ഹിസ്റ്ററിയാണ് ഇവിടെ അനു എഴുതിയിട്ടുള്ളത്. Since the ancient times, this coastal region has great historical and commercial importance. അപ്പോൾ ആൻഷ്യൻ ടൈം മുതൽ, പണ്ട് കാലം മുതലേ ഈ ഒരു പ്രദേശത്തിന് എന്താണ് ഹിസ്റ്റോറിക്കലായിട്ടും കൊമേഴ്ഷ്യൽ കച്ചവടപരമായിട്ടൊക്കെ നല്ല പ്രാധാന്യമുണ്ട്. It is mentioned in Sangam literature that വിഴിഞ്ഞം was one of the most important centers of ancient തമിഴകം. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് വിഴിഞ്ഞം, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് പണ്ട് കാലം മുതലേ ഉണ്ട് എന്നാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. As a port and center of trade, this region holds an important place in the political, social and economic history of South India. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു പോർട്ട് സെൻറ്ററിനുണ്ട്. പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം. പോർട്ട് സെൻറ്റർ ഓഫ് ട്രേഡാണിത്. ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം. ഈ പോർട്ടിൽ കപ്പലുകളും മറ്റൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചരക്കുകളൊക്കെ വന്ന് അങ്ങനെ ഒരു ട്രേഡ് സെൻറ്ററായി മാറിയിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞ പ്രദേശം. In the interpretation of Leela-Tilakam, Attur Krishna Pishardi has recorded that an alien lineage migrated to Vizhinjam, leaving Aikudi after being defeated by the Pandya kings. അപ്പോൾ അവിടെയുള്ള താമസക്കാരെ കുറിച്ചാണ് ആ കാര്യം പറഞ്ഞത്. Vizhinjam has been referred to as Vijayapuri by the Jain saint ഉദ്യോധനസുരി ഇൻ ഹിസ് ബുക്ക്. അപ്പോൾ ഒരു ജൈനിസത്തിലുള്ള സെയിൻ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു വിഴിഞ്ഞത്തിനെ വിജയപുരി എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കായ കുവലയാമലയിലാണ് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ദർ ഇസ് എ റെഫറൻസ് ടു ദ ഫോർട്ട് അറ്റ് വിഴിഞ്ഞം ഇൻ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ദ പാണ്ഡ്യ കിങ് നെടുചെലിയൻ. വിഴിഞ്ഞം ഫോർട്ടിനെ കുറിച്ച് ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് എന്നാണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ട ഒരു എഴുത്തുണ്ട്. ഇൻ ദ ഫോറിൻ ട്രാവലോഗ് ടൈറ്റിൽഡ് പെരിപ്ലസ് ഓഫ് ദി Eritrean Sea, it is stated that വിഴിഞ്ഞം was an important port and trade center right from സംഘം പീരീഡ്. അപ്പോൾ ഈ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഇമ്പോർട്ടൻസ് പല പല വർക്കുകളിലായിട്ടും പണ്ടുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഒരു ലോക്കൽ ഹിസ്റ്ററിയിലാണ് പറഞ്ഞിട്ടുള്ളത്. During the excavations conducted by the Department of Archaeology, University of Kerala, the remains of forts situated in this area and the nearby places were found. അപ്പോൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ഇവർ ഭൂമിയൊക്കെ കുഴിച്ച് പരിശോധിച്ച സമയത്ത് നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചു. The name കൊട്ടംപുരം is still there in the place near വിഴിഞ്ഞം. The remains of Chinese and Roman vessels, other artifacts of and Roman coins have been discovered from here. അപ്പോൾ ഈ റോമൻ അതുപോലെ തന്നെ ചൈനീസൊക്കെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന രീതിയിൽ അവരുടെ കോയിൻസും അവിടുത്തെ ആർട്ടിഫാക്ട്സും പല കാര്യങ്ങളും അവിടുന്ന് എടുത്തിട്ടുണ്ട്, കുഴിച്ചെടുത്തിട്ടുണ്ട്. ദീസ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഫോറിൻ ട്രേഡ് റിലേഷൻ ഇൻ ആൻഷ്യൻ്റ് ടൈംസ്. അപ്പോൾ ഈ ഒരു ചൈന, റോം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള ട്രേഡ് റിലേഷൻഷിപ്പുകൾ, കച്ചവടത്തിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ദ ആൻഷ്യൻ കേവ് ടെമ്പിൾ ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഹിയർ ഇസ് എൻ എവിഡൻസ് ഫോർ ആൻറ്റിക്വിറ്റി ഓഫ് ദിസ് പ്ലേസ്. അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന ആൻഷ്യൻ കേവ് ടെമ്പിൾ, ഒരു അമ്പലം, ഇതും അതിൻ്റെ ഒരു പഴമയെയും അതുപോലെ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു പ്ലേസിനെന്ന് സൂചിപ്പിക്കുന്നു. വി ക്യാൻ ഫൈൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ് ഇൻ ദിസ് റീജിയൻ where people of different communities live harmoniously. അതുപോലെ തന്നെ എന്താണ്, പല മതക്കാരുടെയും വേർഷിപ്പ് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു പള്ളി, അമ്പലം, ചർച്ച് ഇതുപോലുള്ള പല ആരാധനാലയങ്ങളും അവിടെ കാണാൻ പറ്റും. അതിനർത്ഥം എന്താണ്, പല കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും വളരെ ഐക്യത്തോടുകൂടി അവിടെ ജീവിച്ചു പോരുന്നു. വിഴിഞ്ഞം വിച്ച് വാസ് എൻ ആൻഷ്യൻ പോർട്ട് ഹാസ് നൗ ബിക്കം എൻ ഇമ്പോർട്ടൻറ്റ് ഹാർബർ വിത്ത് മോഡേൺ ഫെസിലിറ്റീസ്. അപ്പോൾ അന്നൊരു ആൻഷ്യൻ പോർട്ടായിരുന്ന
ആ ഒരു വിഴിഞ്ഞം ഇപ്പം എന്താണ് ഒരു നല്ല മോഡേൺ ഫെസിലിറ്റീസൊക്കെ ഉള്ളൊരു തുറമുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞത്തെക്കുറിച്ചൊരു ലോക്കൽ ഹിസ്റ്ററിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹാവ് യു റെഡ് ദ റൈറ്റപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൺ എബവ്? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റപ്പ്? അപ്പോൾ ഈ ഒരു ലോക്കൽ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചു. ഇത്തരത്തിലുള്ളൊരു റൈറ്റപ്പ് എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന സോഴ്സസ് എന്തൊക്കെയാണ്, അതായത് ഈ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ ആയിരിക്കാം കിട്ടിയിരിക്കുക. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് തീർച്ചയായും. ദെൻ ഇൻസ്ക്രിപ്ഷൻസ്, പല എഴുത്തുകൾ എവിടെയെങ്കിലുമൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ദെൻ ലിറ്റററി വർക്കുകൾ, പല വർക്കുകൾ. പിന്നെ ആൻഷ്യൻ കേവ് ടെമ്പിൾ എന്നതിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പണ്ടത്തെ റിലീജിയസ് സെൻറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നിന്നൊക്കെ തെളിവുകൾ ശേഖരിക്കാം. പിന്നെ എന്താണ്, മേ ബി നമുക്ക് വേണമെങ്കിൽ ആളുകൾ, കുറച്ച് ഓൾഡായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന അവരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ലോക്കൽ ഹിസ്റ്ററി നമുക്ക് ലഭിക്കാം. ഹിസ്റ്ററി ഈസ് ദസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദറ്റ് സയൻറ്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ്. ഹിസ്റ്ററി എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്താണ്, ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതിലെന്താണ്, റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റിനെ കുറിച്ച് എഴുതുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്, ഒരു പഠനശാഖയാണ് ഹിസ്റ്ററി. Several pieces of evidence that are necessary for reconstruction history have been left behind in various form by each period. ഓരോ കാലഘട്ടത്തിലും എന്താണ്, ഈ ഒരു ഹിസ്റ്ററി എഴുതാൻ വേണ്ട പല പല എവിഡൻസും നമുക്ക് കണ്ടെത്താൻ പറ്റാറുണ്ട്. The writing of history is a process of collecting these pieces of evidence for scientific analysis and documenting the past. അപ്പം എന്താണ്, ഈ ചെറിയ ചെറിയ തെളിവുകൾ അവിടെയും ഇവിടെ ഉപേക്ഷിച്ചിട്ടുള്ള ഈ ചെറിയ തെളിവുകൾ, അതായത് പല കാര്യങ്ങളും ഹിസ്റ്ററി റിമൈൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും തിരഞ്ഞ് കണ്ടെത്തി അതിനെ സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതി വെക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ഹാവ് ഡിസ്കസ് ദ വാസ്റ്റ് മുഗൾ വിജയനഗര empires and their rules in medieval India. Unlike the history of such vast empires and the king, local history is the minute and comprehensive documentation of small geographical region, a person or an event. ഇനി ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി വലിയ വലിയ സാമ്രാജ്യങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും മുമ്പേ. പക്ഷേ ഒരു ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചെറിയ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നടന്നൊരു ചെറിയ സംഭവത്തെക്കുറിച്ചൊക്കെ എഴുതപ്പെടുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഗ്രാമത്തിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ അതൊക്കെയാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. അപ്പോൾ എന്താണ്, ഒരു വലിയ ഏരിയ, അതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. ഇനി ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിലോ, എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് സ്മാൾ റീജിയൻ സബ്ജക്ട്സ് ഓർ ഇവൻ അപ്പാർട്ട് ഫ്രം വേൾഡ് ഹിസ്റ്ററി ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ്. അപ്പോൾ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ലോക്കലായിട്ടുള്ള ഏരിയയെക്കുറിച്ചൊക്കെ എഴുതപ്പെടുന്നതാണ് ലോക്കൽ ഹിസ്റ്ററി. ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത്, റിട്ടൺ റെക്കോർഡ് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, അന്ന് എഴുതപ്പെട്ട ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, പഴയ ബിൽഡിങ്ങുകളോ കൊട്ടാരങ്ങൾ പോലുള്ള സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഹിസ്റ്ററി എഴുതുന്നത്. ഇന്ന് ലോക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്, അതിൽ ലോക്കൽ ഫെസ്റ്റിവൽസ്, cuisines, customs, traditions and oral traditions become a part of historical writing. ആ ഒരു പ്രദേശത്തുള്ള ആഘോഷങ്ങൾ, ഭക്ഷണം, അതുപോലെ തന്നെ അവിടുത്തെ കസ്റ്റംസ്, ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അവിടുത്തെ ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ, അവിടെയുള്ള പല ആളുകളുടെ കയ്യിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നത്. ആ ഒരു പ്രദേശത്തെക്കുറിച്ച്, ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ച് എഴുതുമ്പോൾ എന്താ ചെയ്യുക, അവിടെയുള്ള കുറച്ച് വയസ്സായ ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ ഓർമ്മയിൽ നിന്ന് അവർ പറയുന്ന കഥകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ലോക്കൽ ഹിസ്റ്ററി എഴുതുക. അസസ് പാസ്റ്റ് ഇവൻറ്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു ഹിസ്റ്ററി എഴുതുമ്പോൾ എന്താണ്, ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവായിട്ട് വലിയ രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരുപാട് പാസ്റ്റ് ഇവൻറ്റ്സും ആളുകളുടെ കൾച്ചറും പാസ്റ്റിലുണ്ടായിരുന്ന സൊസൈറ്റീനൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഒരു വലിയ ഹിസ്റ്ററി എഴുതുന്നത്. എന്നാൽ ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിലോ ബൈ democratizing history due representation is given to regions, peoples and events that have been left out of mainstream history. മെയിൻ ഹിസ്റ്ററിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കുറച്ച്
പ്രദേശങ്ങൾ, ഇവൻറ്റ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ലോക്കൽ ഹിസ്റ്ററി എഴുതാറുള്ളത്. അപ്പോൾ ഈ രണ്ട് ഹിസ്റ്ററിയെയും കുറിച്ചുള്ള ഒരു ഡിഫറൻസിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്നാണ് അടുത്തത്. എവിടെ നിന്നാണ് ഈ ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഹിസ്റ്ററി എഴുതുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. യു ഹാവ് സീൻ ദാറ്റ് ഹിസ്റ്ററി ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ വേരിയസ് പീസസ് ഓഫ് എവിഡൻസ്. ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹിസ്റ്ററി എഴുതപ്പെടുന്നത്. എനിത്തിങ് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കാൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള ഉദ്ദേശിക്കുക എന്താണ്? ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ തരുന്ന അല്ലെങ്കിൽ അതിന് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും സോഴ്സസ് ഓഫ് ഹിസ്റ്ററിയിൽ പെടും. എനി ഒബ്ജക്റ്റ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം ഗിവിംഗ് അസ് വാലിഡ് ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പീരിയഡ് ഈസ് എ സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തു നമുക്കൊരു വാലിഡ് ഇൻഫർമേഷൻ തരികയാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എങ്കിൽ അതെന്താണ്? ആ ഒരു ഹിസ്റ്ററി എഴുതാനുള്ള ഒരു സോഴ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൊട്ടാരമുണ്ട് ഒരു പ്രദേശത്ത് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ കൊട്ടാരം എന്താണ്? അതിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റാണ്. അത് ഒരു സോഴ്സ് ഓഫ് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ ഹിസ്റ്ററി ആ ഒരു പ്രദേശത്തെ പഴയ കാലഘട്ടത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ള എന്തൊരു ഒബ്ജക്റ്റും ഒരു ഹിസ്റ്ററിയുടെ സോഴ്സാണ്. മെയിൻ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആർക്കിയോളജിക്കൽ റിമെയിൻസ് ആണ്, അതായത് ഭൂമിൻ്റെ അടിയിൽ നിന്നും കുഴിച്ചൊക്കെ എടുത്ത് കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. ദെൻ മോണ്യുമെൻറ്റ്സ്, ദെൻ പല ലിറ്റററി വർക്ക്സും, പണ്ട് കാലത്ത് എഴുതപ്പെട്ട വർക്കുകൾ. ദെൻ ട്രാവലോഗ്സ്. ട്രാവലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മറ്റ് രാജ്യങ്ങളിലൊക്കെ നിന്നുള്ള ആളുകൾ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ എഴുതപ്പെട്ട വർക്കുകൾ. ദെൻ ന്യൂസ് പേപ്പർ, പണ്ട് കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവാം ആ ഒരു പ്രദേശത്തെക്കുറിച്ച്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഇത് പഠിച്ചിട്ടുണ്ടാകും. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്താണെന്ന് നോക്കാം. ആർക്കിയോളജിക്കൽ സോഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ which they were made. Let us familiarized with some of them. ഈ ആർക്കിയോളജിക്കൽ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്തിനെക്കുറിച്ചാണ്? അധികവും ലൈഫിനെ കുറിച്ചാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സോഴ്സ് അധികവും നൽകുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഇതെന്തൊക്കെയാണ്? ലിത്തിക് മോണ്യുമെൻറ്റ്സ്, ദെൻ കേവ്സ്, ഗുഹകൾ, കോയിൻസ്, നാണയങ്ങൾ, പാലസുകൾ, ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പല കല്ലുകളിലോ മരത്തിലൊക്കെ കൊത്തി എഴുതപ്പെട്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അടിയിൽ വരുന്നുണ്ട്. ലിത്തിക് മോണ്യുമെൻറ്റ്സ്. എന്നാൽ ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ പല മോണ്യുമെൻറ്റ്സുമാണ്. എവറി സ്റ്റോൺ ദാറ്റ് വി സീ അറൗണ്ട് ഹാസ് എ സ്റ്റോറി ടു ടെൽ. Our ancestors have left here the remains of many monuments made of large stones. കല്ലുകൾ കൊണ്ട് പല വസ്തുക്കളും പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് എന്താണ്? ഹിസ്റ്ററിയുടെ ഒരു വലിയ സോഴ്സാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ പിക്ചറിൽ കാണാം കല്ല് കൊണ്ടുണ്ടാക്കി കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലുപയോഗിച്ച് അവർ പല കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനാണ് ലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ലിത്തിക് മോണ്യുമെൻറ്റ്സ് ആർ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഫൗണ്ട് ഔട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്. ആസ് ദീസ് വർ ബിൽഡ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ് ദേ ആർ നോൺ ആസ് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ്. വലിയ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് മെഗാലിത്തിക് എന്ന്, മെഗാ എന്ന് പറഞ്ഞാൽ വലുത്, മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. ദീസ് മോണ്യുമെൻറ്റ്സ് ബിൽഡ് ബൈ അവർ ആൻസസ്റ്റേഴ്സ് ടെൽ എ ലോട്ട് ടു അസ് അബൌട്ട് ആൻഷ്യൻ ടൈംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ മോണ്യുമെൻറ്റ്സ് എന്നാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. The remains of these lithic monuments were found at Marayur in Idukki district, Chiramanangad in Thrissur and Tavanur in Malappuram district. These were used to bury the mortal remains of our ancestors. ഈ ഒരു മോണ്യുമെൻറ്റ്സ് എവിടേക്കാണ് കണ്ടെത്തിയതെന്നുള്ള പ്രദേശങ്ങളാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ട് നന്നങ്ങാടി. Nanangadis are large clay urns used in Megalithic period for burying dead bodies. ആ പിക്ചറിൽ കാണാം അതുപോലത്തെ വലിയ
പോട്ടിലാണ്, എർത്തൺ പോട്ടാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഈ പോട്ട്സിലാണ് മരണപ്പെട്ടു പോയ ആളുകളെ ബറി ചെയ്തിരുന്നത്, അവരെ അടക്കം ചെയ്തിരുന്നത്. ഇൻ ദിസ് ബിഗ് earthen jars mortal remains are buried and covered under soil. അപ്പോൾ മരണപ്പെട്ടവരെ ഈ ഒരു ജാറിലാക്കിയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിടായിരുന്നു അന്ന് ചെയ്തിരുന്നത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ സോഴ്സായിട്ട് അവിടെ പറഞ്ഞിട്ടത് കേവാണ്, ഗുഹകൾ. Caves throw light on the ancient history of Kerala. In these natural caves, pictures and inscriptions that refer to human life in prehistorical period are inscribed. അപ്പോൾ ഈ ഗുഹകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത്തരത്തിലുള്ള പഴയ ഗുഹകളിൽ ആളുകൾ പല കാര്യങ്ങളും പിക്ചേഴ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട് കല്ലുകൾ മേലെയൊക്കെ. Some important caves are situated at എടക്കൽ, വയനാട്ടിലെ എടക്കൽ കേവ്സ്, ദെൻ മറയൂർ കേവ്സ് ഓഫ് ഇടുക്കി, ആങ്കോട് തിരുവനന്തപുരം, ആൻഡ് തേന്മല ആൻഡ് കുട്ടുകൽ ഇൻ കൊല്ലം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗുഹകളുടെ പേരാണ്, അത് ഓർത്ത് വെക്കുക. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി, ഗവൺമെൻറ് ഓഫ് കേരള പ്രൊട്ടക്ട് ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ എന്താണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി കാത്ത് സൂക്ഷിക്കുന്ന ഇടം എന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഇനി ഇവിടെ എടക്കൽ കേവ്സിൻ്റെ ഒരു ഇമേജ് കാണാം. അതിൽ ആ കല്ലിൻ്റെ മുകളിൽ പല രൂപങ്ങളും ചിത്രങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററിയാണ് സൂചിപ്പിക്കുന്നത്. എടക്കൽ കേവ്സ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കേവ്സ് ഇൻ കേരള യൂസ്ഡ് ബൈ അവർ ആൻസിസ്റ്റേഴ്സ്. നമ്മുടെ പൂർവികർ യൂസ് ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേവാണ് അത് കേരളത്തിലുള്ള. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 10 കിലോമീറ്റർ എവേ ഫ്രം സുൽത്താൻ ബത്തേരി ഇൻ വയനാട് ഡിസ്ട്രിക്ട്. അപ്പോൾ അതെവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. The pictures inscribed on the walls of this cave give information about human beings in the Stone Age and their life. അപ്പോൾ ആ ഒരു കേവിൻ്റെ വാളിൽ കൊത്തി വെച്ചിരിക്കുന്ന ഇമേജസ് ആ പിക്ചറിൽ കാണാം. അത് ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അടുത്ത സോഴ്സ് ഓഫ് ഹിസ്റ്ററിയാണ് ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഡ്രോയിങ്, എൻഗ്രേവിങ്സ് ഓൺ എ സർഫസ്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെയാണ്? ചില പിക്ചർ പോലെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതലത്തിൽ കൊത്തി വെച്ച കാര്യങ്ങളാവാം. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെറ്റൽ പ്ലേറ്റ്, ആ മെറ്റൽ പ്ലേറ്റിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റോൺസ്, കേവിൻ്റെ ഉള്ളിൽ കണ്ട പോലെ കല്ലുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ. ദെൻ പാം ലീവ്സ്, പല ഓലകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് ആൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. Epigraphy, the study of inscription on stones, metal plates and palm leaves are called epigraphy. ഈ മുകളിൽ കണ്ട ഈ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, ഇവയെക്കുറിച്ചുള്ള പഠനത്തിനാണ് എപ്പിഗ്രഫി എന്ന് പേര് പറയുന്നത്. Several such inscriptions have been found from different parts of Kerala. തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ് ഇൻ കൊല്ലം, ജൂയിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി ആൻഡ് പാളിയം കോപ്പർ പ്ലേറ്റ് ഇൻ ആലപ്പുഴ ആർ മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് അത് ടെക്സ്റ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഒരു ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കണം. The Kerala State Archives Department supervises the collection and conservation of ancient inscriptions in Kerala. ഈ ഒരു കണ്ടെത്തിയ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കേരള സ്റ്റേറ്റ് ആർക്കൈവ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് വളരെ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഫ്യൂച്ചറിലെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. Observe the stone plaque in your school. You might have seen these type of inscriptions in public buildings and place of worship in your locality. What information can be obtained from such stone slabs that help to write the history of that institutions? ഇവിടെ ഒരു സ്റ്റോൺ സ്ലാബ് കണ്ടോ, ഈ ഒരു കല്ലിൽ കൊത്തി വെച്ച രീതി. ഇപ്പം നിങ്ങളുടെ സ്കൂളിലും ഇതുപോലൊരു സ്റ്റോൺ സ്ലാബ് ഉണ്ടാവും. അതായത് അതിൽ സ്കൂൾ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ നോക്കി അതിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലൊരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചത് കാണാം. അതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അത്തരത്തിലുള്ള സ്റ്റോൺ സ്ലാബ്സ് നമുക്ക് തരുന്നത് എന്നൊന്ന് എഴുതാനാണ്. ഫോർട്ട്സ് ആൻഡ് പാലസസ്, കൊട്ടാരങ്ങളും കോട്ടകളുമാണ്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ടകൾ, പാലസസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങൾ. അത് ഹിസ്റ്ററിയുടെ വേറൊരു സോഴ്സാണെന്ന് ഓൾറെഡി പറഞ്ഞു.
Forts that were built for the security of the country, military purpose and trade can be used as source for writing history. ഈ ഒരു ഫോർട്ടുകൾ കെട്ടുന്നത് എന്തിനാണ്? ആ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചുറ്റുമതിൽ പോലെ കെട്ടുന്നതാണ് ഫോർട്ട്സ്. ഇത്തരത്തിലുള്ള ഫോർട്ട്സിൽ നിന്നൊക്കെ ആ ഒരു പ്രദേശത്തിനെ കുറിച്ചിട്ട് ഹിസ്റ്ററി എഴുതാൻ കഴിയും. ഫോർട്ട്സ് ഗീവ് us ഇൻഫർമേഷൻ ഓൺ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് കേരള ആൻഡ് ഇറ്റ്സ് റൂളേഴ്സ്. ഫോർട്ട്സ് എന്തൊക്കെ ഇൻഫർമേഷനാണ് തരുന്നത്? കേരളത്തിന് തന്നെ ഡിഫറെൻറ്റ് ഫേസസ്, അതുപോലെ തന്നെ റൂളേഴ്സ്, ഏത് റൂളറുടെ കാലത്താണ് ഈ ഒരു ഫോർട്ട് കെട്ടിയത്, അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി കേരളത്തിലുള്ള കുറച്ച് ഫോർട്ടുകൾ അവിടെ പറയുന്നുണ്ട്. ബേക്കൽ ഫോർട്ട്, കണ്ണൂർ ഫോർട്ട്, പാലക്കാട് ഫോർട്ട് ആൻഡ് അഞ്ചുതെങ്ങ് ഫോർട്ട് ആർ ദ മേജർ ഫോർട്ട്സ് ഇൻ കേരള. അതും മാർക്ക് ചെയ്ത് പഠിക്കണം. ആർ ദ സിമിലർ ഫോർട്ട്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കണത്. Like fort, palaces also have historical importance. The name of some important palaces in Kerala are given below. Expand the list including name of palaces you know. ഫോർട്ടിനെ പോലെ തന്നെ കൊട്ടാരങ്ങളുടെ ഇമ്പോർട്ടൻസും പറഞ്ഞു. ആ ഒരു കൊട്ടാരങ്ങളുടെ കുറച്ച് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ പാലസ്, അറക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, ശക്തൻ തമ്പുരാൻ പാലസ്, ഹിൽ പാലസ് ഓഫ് കൊച്ചി. ഇതുപോലെ വീണ്ടും കുറേ പാലസുകളുണ്ട്. ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സൈഡിൽ ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് പറയുന്നു. ബേക്കൽ ഫോർട്ടിന് ഇമേജ് കൊടുത്തിട്ടുണ്ട്. ബേക്കൽ ഫോർട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫോർട്ട് ഇൻ കേരള, ബിൽഡ് ഇൻ 17th century. ഏറ്റവും വലിയ ഫോർട്ടാണ്. അത് എവിടെയാണുള്ളത്? പള്ളിക്കര വില്ലേജ് ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. There are armories, lattice windows that open to the sea spaces to encounter the enemies who approach from the sea, secret cellars, hideouts and water reservoirs in the fort. ഈ ഫോർട്ടിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കടലിലൂടെ ശത്രുക്കളൊക്കെ വരുന്നത് നോക്കി കാണാനും അവരെ ഈ ഒരു ഫോർട്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെറ്റപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മറ്റൊരു ഹിസ്റ്റോറിക്കൽ സോഴ്സാണ് കോയിൻസ് അഥവാ നാണയങ്ങൾ. Coins are important sources of history. They give information on economic, political and cultural history of the period in which they were used. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കോയിൻ യൂസ് ചെയ്ത കാലഘട്ടത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ളത്, പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കോയിൻസിൽ നിന്ന് വ്യക്തമാണ്. ദ സ്റ്റഡി ഓഫ് കോയിൻസ് ഈസ് കാൾഡ് numismatics. കോയിൻസിനെ കുറിച്ച്, നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് numismatics എന്ന് പറയപ്പെടുന്നത്. The picture of coins that were found from different parts of Kerala are given below. They are known under the name Kashu, Achu, Panam, Anandarayan Panam and Sultan Kashu. What can be learned from these coins issued in different times? അപ്പോൾ കേരളത്തിൽ നിന്ന് കണ്ടെടുത്ത കുറച്ച് കോയിൻസിൻ്റെ പിക്ചേഴ്സ്, അവരുടെ പേരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നാണയങ്ങളിൽ നിന്ന് എന്ത് കാര്യമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? എന്തൊക്കെയാണ് അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പീരിയഡ് ഇൻ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്. ഓരോ നാണയത്തിലും അത് എന്നാണ് ഇറക്കപ്പെട്ടതെന്നുള്ള വർഷം ഉണ്ടാവും. ദെൻ അതോറിറ്റീസ് ഹൂ മെയ്ഡ് ആൻഡ് റിലീസ് ദ കോയിൻ. ഏത് അതോറിറ്റിയാണ്? ഇപ്പോൾ നമ്മളിപ്പോഴത്തെ കോയിൻ ആണെങ്കിൽ അതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആരാണ് ഈ ഒരു കോയിൻ ഇറക്കുമതി ചെയ്തത് എന്നുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ്? എക്കണോമിക് കണ്ടീഷൻസ്, ആ ഒരു കാലഘട്ടത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആളുകളുടെ വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്നു. ദെൻ കൾച്ചർ, ആ കോയിനിലുള്ള പിക്ചേഴ്സ് എന്നൊക്കെ കൾച്ചർ വരാം. ദെൻ ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്, ലാംഗ്വേജ് ഏത് ഭാഷയിലാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ മലയാളത്തിൽ എഴുതിയ കോയിൻസൊക്കെ കൂട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഷയും അതിൻ്റെ എഴുത്തുകളൊക്കെ അതിൽ നിന്ന് വ്യക്തമാക്കാം. അപ്പോൾ പലതരത്തിലുള്ള നാണയങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ സോഴ്സസ് ആണ്, ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനിയുള്ളത് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആണ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ദീസ് ആർ സോഴ്സസ് ദാറ്റ് ലീഡ് ടു ദ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് എ റീജിയൻ. തളി ടെമ്പിൾ, മിഷ്കൽ മോസ്ക്, ദെൻ ദേവമാതാ കത്തീഡ്രൽ, സീ ബ്രിഡ്ജ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് പണ്ട് നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്സ് ആണ് അവിടെ കാണുന്നത്. ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ഓഫ് കാലിക്കറ്റ്. കാലിക്കറ്റിലുള്ള കുറച്ച് ബിൽഡിങ്സ് ആണത്. ദ ഫേമസ് സ്കോലാസ്റ്റിക് അസംബ്ലി നെയിംഡ് രേവതി പട്ടത്താനം ഡ്യൂറിങ് ദ റീൻ ഓഫ് സാമറിൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ദ തളീസ് ടെമ്പിൾ.
ആ ഒരു തളി ടെമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. ദെൻ മിഷ്കൽ മോസ്റ്റ് വാസ് എ മേജർ വാർ സ്പോട്ട് ഓഫ് ദ സാമറിൻ അഗെയിൻസ്റ്റ് പോർച്ചുഗീസ്. മിഷ്കൽ മോസ്ക് ആ ഒരു പള്ളി എന്താണ്, ആ ഒരു സാമോറിൻസും പോർച്ചുഗീസും തമ്മിലുള്ള വാർ നടന്ന സ്ഥലമാണ്. ദെൻ ദേവമാതാ കത്തീഡ്രൽ ബിൽഡ് ഇൻ 1513 ഇസ് എ മെമ്മോറിയൽ ഓഫ് പോർച്ചുഗീസ് പ്രസൻസ്. പോർച്ചുഗീസുകാരുടെ കാലിക്കറ്റിൽ അവർ വന്നതിനെ സൂചിപ്പിക്കുന്ന അവരുടെ ഒരു അടയാളമാണത് ആ ഒരു ദേവമാതാ കത്തീഡ്രൽ. സീ ബ്രിഡ്ജസ് ആർ പ്രൂഫ് ഓഫ് ട്രേഡ് റിലേഷൻസ് ദാറ്റ് കാലിക്കറ്റ് ഹാഡ് വിത്ത് ഫോറിൻ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കാലിക്കറ്റിൻ്റെ ഒരു ട്രേഡ് കച്ചവട ബന്ധം സൂചിപ്പിക്കുന്നതാണ് ആ ഒരു സീ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. Thus we can see several monuments all over Kerala. Each of such monuments will tell us the history of the past. എന്നാണ് ഏതൊരു പ്രദേശത്തായാലും ഇപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് മോണ്യുമെൻറ്റ്സ് ഉണ്ട്. ഓരോ മോണ്യുമെൻറ്റ്സും എന്താണ് ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്ററിയെക്കുറിച്ച്, ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച്, അന്നത്തെ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് നൽകുന്നു. ഇനി ഇവിടെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് അതുള്ളത് എന്ന് എഴുതാനാണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ വീഡിയോസും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാൻ ശ്രമിക്കണം. വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും യൂട്യൂബിൽ. അതൊക്കെ കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ഹിസ്റ്ററി എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്റററി സോഴ്സ്. അന്ന് കാലത്ത് എഴുതപ്പെട്ട ബുക്കുകൾ. ലിറ്റററി സോഴ്സ് ആർ വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്ററി. മെനി ലിറ്റററി വർക്ക്സ് വിത്ത് ഡിഫറെൻറ്റ് തീംസ് ഹെൽപ്പ് അസ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ ആ ഓരോ ബുക്കുകളിലും എഴുതപ്പെട്ട കാര്യങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി തന്നെയാണ്. ആസ് എ മറൈൻ ഡാസ്മൽ സെറ്റിൽഡ് ഇൻ ദ സിറ്റി, the mother sea rocked with her waves the ships that carried gems from across isles and made them reach Calicut. കോകില സന്ദേശം. ഈ ഒരു വർക്കിൽ കാലിക്കറ്റിനെ കുറിച്ച് എഴുതിയ വരികളാണത്. ആ ഒരു കാലിക്കറ്റിലെ കടലിലൂടെ ഷിപ്പുകൾ വന്ന് ട്രേഡ് നടത്തിയതിനെ കുറിച്ച് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. Read the idea of sloga about Kozhikode in the Sanskrit poem Kogila Sandesham written by Uddanatha Shastri in 15th century. അപ്പോൾ 15ാം നൂറ്റാണ്ടിൽ കോകില സന്ദേശം എന്ന് പറഞ്ഞൊരു സാൻസ്ക്രിറ്റ് പോയാണ്. അതിലാണ് ഈ ഒരു കാലിക്കറ്റിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അത് ഇന്നും അതുപോലെ ഒരു തെളിവായിട്ട് കാലിക്കറ്റിൻ്റെ ഹിസ്റ്ററിക്കുള്ള ഒരു തെളിവായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു എഴുത്ത്. Like the several literary pieces written in different language during various periods are in the history are available. അപ്പോൾ ഇതുപോലെ ആ ഒരു കാലിക്കറ്റിനെ കുറിച്ച് എഴുതിയതുപോലെ പല ലാംഗ്വേജിലായിട്ട് പല പ്രദേശത്തെക്കുറിച്ചൊക്കെ എഴുതിയ ഹിസ്റ്ററീസ് അവൈലബിൾ ആണ്. ദീസ് വർക്ക്സ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹിസ്റ്ററി ഓഫ് ദ പീരിയഡ് ഇൻ വിച്ച് ദേ വർ റിട്ടൺ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വർക്ക് എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ ആ ഒരു വർക്ക് നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, മണിപ്രവാള ലിറ്റററി വർക്ക് റിട്ടൺ ഡ്യൂറിങ് 12th century ആൻഡ് 15th century പ്രൊവൈഡ് അസ് ഇൻഫർമേഷൻ ഓൺ നാടുവാഴി സിസ്റ്റം ആൻഡ് കൾച്ചർ ഓഫ് ദോസ് ടൈംസ്. ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. 12ാമത്തെ സെഞ്ച്വറിയിൽ എഴുതപ്പെട്ട മണിപ്രവാള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, അന്ന് നിലനിന്നിരുന്ന നാടുവാഴികളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ദെൻ വടക്കൻ പാട്ടുകൾ ഓഫ് മലബാർ. വടക്കൻ പാട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ത്രോസ് ലൈറ്റ് ഓൺ ലൈവ്സ് ഓഫ് കോമൺ പീപ്പിൾ ഓഫ് മിഡീവൽ പീരീഡ്. അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് വടക്കൻ പാട്ടിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ദെൻ ഇന്ദുലേഖ റിട്ടൺ ബൈ ചന്തു മേനോൻ ഇൻ ദ 19th century ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മലബാർ. ചന്തു മേനോൻ്റെ നോവലാണ് ഇന്ദുലേഖ. ആ ഒരു വർക്കിൽ എന്താണ് മലബാറിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് 19ാം നൂറ്റാണ്ടിലുള്ള മലബാറിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ബുക്കുകൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഈ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പേരൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ട്രാവലോഗാണ്. ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, യാത്രാ വിവരണങ്ങൾ. ദ മെർച്ചൻ്റ് ഷിപ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കം ഹിയർ വിത്ത് പ്രഷ്യസ് ഗുഡ്സ് ആൻഡ് സോൾഡ് ദം ഈസിലി. ദ സെക്യൂരിറ്റി മെഷേഴ്സ് ഓഫ് ദ സിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലോ ആർ ബീയിങ് കണ്ടക്റ്റഡ് എഫക്റ്റീവ്ലി. ദെർഫോർ ട്രേഡേഴ്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ഹാവ് നോ ഫിയർ. അപ്പോൾ കച്ചവടത്തിനുള്ള ചരക്ക് കപ്പലുകൾ പല സാധനങ്ങളുമായിട്ട് ഈ ഒരു പ്രദേശത്ത് വരുന്നു, അതവിടെ വിൽപ്പന നടത്തുന്നു. പിന്നെ അതേപോലെ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു നിയമങ്ങളെക്കുറിച്ച് പറയുന്നു. ദ എൻറ്റയർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാർക്കറ്റ് ഈസ് വെസ്റ്റഡ് വിത്ത് ദ കിങ്
1/40 of the goods brought to the market should be paid as tax. ടാക്സിനെ കുറിച്ച് പറയുന്നു, രാജാവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നോ മിസ്അപ്രോപ്രിയേഷൻ വിൽ ബി ഡൺ ടു ദ ഗുഡ്സ് ഇഫ് ദ മെർച്ചൻ്റ് ഇസ് ഡെഡ് ഓർ capsizes near the shore with the goods floating around. Pepper is the important export item from here. The people here are good at maritime business. അപ്പോൾ ആ ഒരു പ്രദേശത്തെ കച്ചവടത്തെക്കുറിച്ച്, കടൽ മാർഗ്ഗമുള്ള കച്ചവടം, മേജറായിട്ട് കുരുമുളക് കടത്തുന്നതും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്താണ്? ഫ്രം ദ ട്രാവലോഗ് ബൈ പേർഷ്യൻ ട്രാവലർ അബ്ദുർ റസാഖ്. അബ്ദുർ റസാഖ് എന്ന് പറഞ്ഞ പേർഷ്യൻകാരനായ ട്രാവലർ എഴുതപ്പെട്ട ഒരു ട്രാവലോഗിൻ്റെ ഒരു ഭാഗമാണിത്. ഹാവിങ് യു റീഡ് ദ ട്രാവലോഗ് ഗിവൺ എബവ്, ദിസ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ അബവ് കോഴിക്കോട് പോർട്ട് ബൈ അബ്ദുർ റസാഖ്, എ പേർഷ്യൻ ട്രാവലർ ഹു കെയിം ടു കോഴിക്കോട് ഇൻ 15th century. അപ്പോൾ 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടിലേക്ക് വിസിറ്റ് നടത്തിയ ഒരു പേർഷ്യക്കാരൻ എഴുതിയ ട്രാവലോഗാണ്. അപ്പോൾ 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോടിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവിടുത്തെ ട്രേഡ് എങ്ങനെയായിരുന്നു, അവിടെ ഭരണം എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് ചെയ്തിരുന്നത്, കച്ചവടം ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു ട്രാവലോഗിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. വാട്ട് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ ഡിസ്ക്രിപ്ഷൻ? എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നത്? കോഴിക്കോടിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്, അന്നത്തെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച്, ആളുകളുടെ ലൈഫിനെ കുറിച്ച്, അന്നത്തെ നിയമങ്ങളെക്കുറിച്ച്, പിന്നെ കിങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നില്ലേ. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ ലിസ്റ്റ് ചെയ്യണം. ട്രാവലോഗ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഒരു ലോക്കൽ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നതിൽ ട്രാവലോഗ്സിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ഒരു പ്രദേശത്ത് ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ട് അവരത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സോഴ്സ് തന്നെയാണ്. ട്രാവലോഗ്സ് ക്യാൻ പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് സ്പെഷ്യൽ പ്ലേസസ്, ഇവൻറ്റ്സ് ആൻഡ് കൾച്ചർ. ട്രാവലോഗ് എന്താണ്, ഒരാൾ നേരിട്ട് അനുഭവിച്ച അയാളുടെ ഒരു അനുഭവത്തിനനുസരിച്ച് എഴുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. Thus throws light on the history, geography, economic structure and social life of region. ആ ഒരു പ്രദേശത്തിന് എന്താണ് അതിൻ്റെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ആളുകളുടെ ലൈഫ് എല്ലാം വളരെ വ്യക്തമായിട്ട് ട്രാവലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കേരളത്തിനെ കുറിച്ച് അവരുടെ വർക്കുകളിൽ മെൻഷൻ ചെയ്ത എഴുതപ്പെട്ട കുറച്ച് ഫോറിൻ ട്രാവലേഴ്സാണ്. ട്രാവലറും അവരുടെ കൺട്രിയും പറയുന്നുണ്ട്. ഗ്രീസിൽ നിന്നുള്ള മെഗസ്തനീസ്, പേർഷ്യയിൽ നിന്ന് ഒന്നിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ അബ്ദുർ റസാഖ്, ദെൻ സുലൈമാൻ, ദെൻ മാർക്കോ പോളോ ഫ്രം വെനീസ്, ഇബിനു ബത്തൂത്ത ഫ്രം മൊറോക്കോ, നിക്കോളോ കോണ്ടി ഫ്രം വെനീസ്, മാ ഹുവാൻ ഫ്രം ചൈന, ബാർബോസ ഫ്രം പോർച്ചുഗൽ. ഇത്രയും ആളുകൾ എന്താണ് കേരളത്തിൽ വിസിറ്റ് ചെയ്ത് അവരുടെ വർക്കുകളിൽ കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഓർത്തു വെക്കണം. ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ, ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം. ഒരു വ്യക്തി തന്നെക്കുറിച്ച് സ്വയം എഴുതുകയാണെങ്കിൽ അത് ആത്മകഥ, ഓട്ടോബയോഗ്രഫി. അതല്ല വേറൊരാൾ മറ്റൊരാളെക്കുറിച്ച് അയാളുടെ ജീവചരിത്രം എഴുതുന്നതാണ് ബയോഗ്രഫി. Most autobiographies and biographies are literary sources that could be used for writing the history. അപ്പോൾ എന്താണ് ഈ ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസിനും പ്രത്യേകത എന്താണ്? ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ എന്താണ് അയാളുടെ ഫാമിലി, അയാൾ ജീവിച്ച പ്രദേശം, അയാൾ ജീവിച്ച സമയം, അയാളുടെ വിദ്യാഭ്യാസം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അതിൽ എഴുതപ്പെടുകയാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ വലിയൊരു സോഴ്സായിട്ട് നമുക്ക് ഈ ഒരു ബയോഗ്രഫീസിനെയും ഓട്ടോബയോഗ്രഫീസിനെയും കണക്കാക്കാം. ഇവിടെ തകഴിയുടെ ആത്മകഥയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. It was when I went to Ambalappuzha school that I wore a shirt for first time. 2 shirts were stitched with Kembiri cloth. The practice of ironing clothes was not there in our locality. അപ്പോൾ അന്ന് കാലത്ത് ആളുകൾ എന്താണ് ധരിച്ചിരുന്നത്, ഡ്രസ്സിനെ കുറിച്ച്, പിന്നെ അയേണിങ് എന്ന് പറഞ്ഞ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. The dhoti was washed by dipping in starch and indigo. ആ വസ്ത്രം കഴുകിയിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റാർച്ച് കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട്, അതുപോലെ ഇൻഡിഗോ നമ്മൾ ഇപ്പോൾ ഉജാല പോലുള്ള വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അന്ന് മുണ്ടുകൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വിൽ ബി ബ്രോട്ട് ടു ഷേപ്പ് ബൈ ഫോൾഡിങ് ആൻഡ് ഹിറ്റിംഗ് വിത്ത് വുഡൻ റോഡ്. ഇത് മടക്കി അതിന് ഷേപ്പ് വരുത്തുന്നത് എങ്ങനെയായിരുന്നു? ഒരു വുഡൻ റോഡ്, മരത്തിൻ്റെ കമ്പ് വെച്ച് ഞാൻ തച്ചുകൊണ്ടായിരുന്നു. ഇറ്റ് സീംസ് I wore an ironed shirt for the first time when I joined Law College in തിരുവനന്തപുരം.
തിരുവനന്തപുരത്ത് ലോ കോളേജിൽ ജോയിൻ ചെയ്ത കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അയൺ ചെയ്ത ഒരു ഷർട്ട് ഇട്ടിട്ടുള്ളത്. സോപ്പ് വാസ് എ റെയർ തിങ് ഇൻ ദോസ് ഡേയ്സ് ഇൻ തകഴി. വി യൂസ് ടു launder ധോത്തി യൂസിങ് ആഷ് of the midrib of coconut fronds which were burned and stained. അപ്പോൾ സോപ്പ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നില്ല. അവർ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് ഈ ഒരു തകഴിയുടെ ആത്മകഥയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. Autobiographies and biographies like one given above provide information on different aspects of life in a region or period. അപ്പോൾ ഒരു പ്രദേശത്തിലുള്ള ആളുകളുടെ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിലുള്ള ജീവിതത്തിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ അന്നത്തെ പല കാര്യങ്ങളും ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ന്യൂസ് പേപ്പേഴ്സ് അടുത്ത ഒരു ഹിസ്റ്ററിയുടെ സോഴ്സാണ്. ഇവിടെ പിക്ചറിൽ കാണാം പണ്ടത്തെ 2 ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ്. We depends on newspaper, visual media and social media to know the day-to-day events. ഓരോ ദിവസത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടി, പല സ്ഥലങ്ങളിലായി സംഭവിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയാസ്, സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നത്. These newspapers would eventually become main means of understanding history. ഭാവിയിൽ എന്താണ്, ഇപ്പോൾ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ന്യൂസുകളൊക്കെ ഭാവിയിൽ എന്താണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു സോഴ്സായി മാറുകയാണ്. ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദ പീരിയഡ് ആർ ദ മെയിൻ സോഴ്സസ് യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഫോറിൻ റൂൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫോറിൻ റൂൾസിനെ കുറിച്ച് അറിയാൻ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിച്ച ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് അന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. ന്യൂസ് പേപ്പേഴ്സ് ആൾസോ ഹെൽപ്പ് us to know about all aspects of political, social, economic history of Kerala. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ചരിത്രവും അറിയാൻ ഓരോ കാലഘട്ടത്തിലും ഇറക്കപ്പെട്ട പത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രദേശത്തെ ആ ഒരു സമയത്തെ ഹിസ്റ്ററി. ടുവേർഡ്സ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ഇനി ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്ററിയുടെ സോഴ്സാണ്, ഹിസ്റ്ററി എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നാണ്. ഇനി ലോക്കൽ ഹിസ്റ്ററി എങ്ങനെ എഴുതാം എന്നതാണ്. ലോക്കൽ ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക്കലി സ്മാൾ ഏരിയ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്താണ് ലോക്കൽ ഹിസ്റ്ററി. ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ എഴുതുന്ന കാര്യമാണ് ലോക്കൽ ഹിസ്റ്ററി. ദ ഹിസ്റ്റോറിക്കൽ റിസോഴ്സസ് ദാറ്റ് വി ഗോട്ട് ഫെമിലറൈസ്ഡ് വിത്ത് ടിൽ നൗ ആർ സിഗ്നിഫിക്കൻ്റ്ലി ഹെൽപ്ഫുൾ ഫോർ റൈറ്റിംഗ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി. ലെറ്റ്സ് ഫെമിലിയർ വിത്ത് സർട്ടൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us to write ലോക്കൽ ഹിസ്റ്ററി. ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ ഹിസ്റ്ററി എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സാണ്. പക്ഷേ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ എന്തൊക്കെ സോഴ്സാണുള്ളത്? ഒരു പ്രദേശത്തിൻ്റെ ലോക്കൽ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യേണ്ടത്? സോഴ്സസ് ഫോർ ലോക്കൽ ഹിസ്റ്ററി. അവിടെ ഒരു സൺ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എന്തൊക്കെ സോഴ്സസാണ്? ഒബ്സർവേഷൻ ഓഫ് ദ ലൊക്കാലിറ്റി, നമ്മൾ നേരിട്ട് പോയി ആ ഒരു പ്രദേശം കണ്ട് മനസ്സിലാക്കാം. ദെൻ മെമ്മറീസ് അഥവാ ഓറൽ ട്രഡീഷൻസ്, അതായത് പണ്ട് വയസ്സായിട്ടുള്ള ആ ഒരു പ്രദേശത്തുള്ള ഏറ്റവും വയസ്സായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പണ്ട് കാലത്തെ പല മെമ്മറീസും സംഭവങ്ങളൊക്കെ അവരുടെ ഓർമ്മകളിൽ നിന്ന് അവർ പറയുന്ന കഥകൾ. ദെൻ പ്ലേസ് നെയിംസ്, പ്രദേശത്തിൻ്റെ പേരിൽ നിന്നും ചിലപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ലഭിക്കാം. ദെൻ ഫാമിലി ഹിസ്റ്ററി, അവിടെയുള്ള മേജർ ഫാമിലീസിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ നോക്കാം. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ആ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ദെൻ മോർട്ടേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ്, ലോക്കൽ നോളജ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, സോങ്സ്. ഈ ലോക്കൽ ആയിട്ടുള്ള അവിടുത്തെ റിച്വൽസും പാട്ടുകൾ, അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ആ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൽ ഓരോ ഹിസ്റ്റോറിക്കൽ സോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഹിസ്റ്റോറിക്കൽ സോഴ്സ്, മെയിൻ ഹിസ്റ്ററിയുടെ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സും ഇനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ലോക്കൽ ഒബ്സർവേഷൻ, ആദ്യം പറഞ്ഞ കാര്യമാണ് ഒരു ലൊക്കാലിറ്റിയിൽ നമ്മൾ പോയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ലോക്കൽ ഹിസ്റ്ററി ഈസ് എ മൈന്യൂട്ട് സ്റ്റഡി ഓഫ് എ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ ആൻ ഇവൻ്റ്. ഒരു ചെറിയ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റഡിയാണ്. ഒബ്സർവിങ് ദ ലൊക്കാലിറ്റി ഹെൽപ്പ് us to know minute details of that region. ഒരു പ്രദേശത്ത് പോയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ വിസിറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ കണ്ടറിയുമ്പോൾ ചെറിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
It is essential to conduct a local visit and observation to understand the diversity of areas where a local community exists, its geographical features, directions, flora and fauna, watersheds and agricultural practice. അപ്പോൾ ഒരു പ്രദേശത്തേക്ക് ഒരു ചെറിയ യാത്ര പോകുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഡയറക്ഷൻ, അവിടേക്കുള്ള വഴി, അവിടുത്തെ കൃഷി എന്തൊക്കെയാണ്, ആളുകൾ എന്താ ചെയ്യുന്നതൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇനി ഇത്തരത്തിലൊരു വിസിറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, അവരുടെ ഭക്ഷണശീലത്തെക്കുറിച്ച്, ദെൻ വസ്ത്രം, ക്ലോത്തിങ് അല്ലെങ്കിൽ ഷെൽട്ടർ, അവിടുത്തെ താമസം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് എന്താണ്, ലിറ്ററേച്ചർ, അവിടുത്തെ വർക്കുകളൊക്കെ, ആളുകൾ എഴുത്തുകാരുണ്ടെങ്കിൽ അവരുടെ വർക്കുകൾ, ദെൻ ആർട്ട്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒബ്സർവ് ദ ലൊക്കാലിറ്റി where you live and complete the table given below. ഇനി നിങ്ങൾക്കൊരു ടാസ്ക്കാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ താമസിക്കുന്ന പ്രദേശമുണ്ടല്ലോ, അതിനെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതണം. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേരെന്താണ്, വില്ലേജിൻ്റെ പേര്, താലൂക്ക്, ജില്ല, ഇതൊക്കെ എഴുതുക. പിന്നെന്താണ്, അടുത്ത സോയിൽ എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് കൃഷി ചെയ്യുന്നത്, എന്തൊക്കെ അനിമൽസിനോട് ആളുകൾ വളർത്തുന്നു, കൃഷി, അഗ്രികൾച്ചർ ക്രോപ്സ് ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ, പിന്നെ ആളുകളുടെ ജോലി, ഒക്യുപ്പേഷൻ, വാട്ടർ സോഴ്സ്, അവിടെയുള്ള ആളുകൾക്ക് വെള്ളം ലഭിക്കുന്നത് എവിടെ നിന്നാണ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേജറായിട്ടുള്ള അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങൾ, അവിടുത്തെ ആഘോഷങ്ങൾ, ഫുഡ് കൾച്ചർ, സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, എൻ്റർടൈൻമെൻറ്റ്സ്, ലിറ്റററി വർക്ക്സ്, ആർട്ട് ഫോംസ്. അപ്പം നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോടൊക്കെ ചോദിച്ച് കളക്ട് ചെയ്ത് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ലോക്കൽ ഹിസ്റ്ററിയുടെ ഒരു സോഴ്സാണ് മെമ്മറീസ് അല്ലെങ്കിൽ ഓറൽ ഹിസ്റ്ററി. ഓറൽ ഹിസ്റ്ററി ഈസ് എ മെമ്മറീസ് കളക്റ്റഡ് ഫ്രം എ ജനറേഷൻ ദാറ്റ് ഹാസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ആ ഒരു പ്രദേശത്ത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ളൊരു ജനറേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസാണ് മെമ്മറീസ് അല്ലെങ്കിൽ ഓറൽ ഹിസ്റ്ററി. കളക്ടിങ് മെമ്മറീസ് ഓഫ് ദ എൽഡേഴ്സ് ഓഫ് ദ പ്ലേസ് ചൂസൺ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി, ഇപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലൊക്കെയുള്ള കുറച്ച് മുതിർന്ന, ഏറ്റവും പ്രായം കൂടിയ ആളോട് സംസാരിച്ച് ഈ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ ഓർമ്മകൾക്ക് ചോദിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. It is essential to have oral descriptions to collect information on institution, transport facilities, style of dressing, food culture of a locality to write the history of that place. അപ്പോൾ ഓറലി ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അവിടുത്തെ യാത്ര സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു, ആളുകൾ, ഡ്രസ്സ്, ഭക്ഷണം, ഇതൊക്കെ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ചോദിച്ചറിയാൻ പറ്റും. ദ മെമ്മറീസ് ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഓൺ ദീസ് മാറ്റേഴ്സ് വിൽ ഹെൽപ്പ് റീകൺസ്ട്രക്ഷൻ ഹിസ്റ്ററി. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി വീണ്ടും നിർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ഈ അന്നത്തെ ആളുകൾ, പല പല ആളുകളുടെ ഓർമ്മകളിൽ നിന്നും അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. These memories help us to analyze the practices that existed in the society and changes that were affected in due course. അപ്പോൾ ഈ ആളുകളുടെ മെമ്മറീസിൽ നിന്ന് എന്താണ്, അല്ലെങ്കിൽ അവർ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് തിരിച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ടൈം പാസ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ സൊസൈറ്റിയിൽ വന്നു എന്നുകൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പണ്ട് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു വെരിഫൈ ഓറൽ ഇൻഫർമേഷൻ കളക്റ്റഡ് വിത്ത് അതർ സോഴ്സസ് ടു എൻഷ്യൂർ ക്രെഡിബിലിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് ചോദിച്ചറിഞ്ഞ കാര്യം എന്താണ്, അത് സത്യമാണ് അല്ലെങ്കിൽ അത് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, മറ്റ് സോഴ്സുകളും കൂടെ അനലൈസ് ചെയ്തുകൊണ്ട്. പ്രിപ്പയർ എ ടേബിൾ ഓൺ റീജിയണൽ ഡാറ്റ ആഫ്റ്റർ കൺസൾട്ടിങ് എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി ഓർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള കുറച്ച് പ്രായമായ ആളോട് സംസാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ടെത്താനാണ്. നെയിം ഓഫ് യുവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, പണ്ട് എന്തായിരുന്നു, ഇപ്പം എന്താണ്, മാറ്റം ഉണ്ടോയെന്ന് അറിയാനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആളുകളുടെ ജോലി, കൃഷി, ഡ്രസ്സിങ് സ്റ്റൈല്, ഫുഡ് കൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, യാത്രാ സൗകര്യങ്ങൾ, ഇതൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്ലേസ് നെയിംസ്, ഓരോ പ്രദേശത്തിൻ്റെ പേരുകൾ. ഹൗ ഡിഡ് യുവർ ലൊക്കാലിറ്റി ഗെറ്റ് ഇറ്റ്സ് നെയിം, എങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ആ പേര് വന്നത്, അതിൻ്റെ പുറകിലൊരു തീർച്ചയായും ഒരു ഹിസ്റ്ററി ഉണ്ടാവും. ഹൗ ഡിഡ് കോഴിക്കോട് ഗെറ്റ് ഇറ്റ്സ് നെയിം,
The old name was Koil Kota, which was combination of two names, Koil and Kota. Koil എന്ന് പറഞ്ഞാൽ പാലസ് ആണ്. The name Koil Kota means a palace protected with a fort. ഒരു ഫോർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഒരു പാലസ്, അതാണ് ആ ഒരു കോയിൽ കോട്ട. അതിൽ നിന്നാണ് കോഴിക്കോട് എന്നുള്ള പേര് വന്നത്. Historians say that this was later changed into Kozhikode. Look at the name of places like Thrissur, Kannur, Talasheri, Tangasheri. We can find names of places ending with UR or Sheri across Kerala. Geographical features also play a major role in the formation of names of a place. അപ്പോൾ കേരളത്തിലുള്ള പല പ്രദേശങ്ങളുടെയും പേര് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തെ ഭൂമിശാസ്ത്രവും ആളുകളുടെ ജീവിതമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓരോ പ്ലേസിൻ്റെയും പേര് കിടക്കുന്നത്. പേരിലും ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ പുറകിലും ഒരു കഥയുണ്ട്. സെർച്ച് ദ വേ ഇൻ വിച്ച് യുവർ ലൊക്കാലിറ്റി ഗോട്ട് ഇറ്റ്സ് നെയിം. പ്രിപ്പയർ നോട്ട്സ് ആൻഡ് ആഡ് സം ടു സ്കൂൾ വിക്കി. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിന് ആ പേരെങ്ങനെയാണ് ലഭിച്ചതെന്ന് അന്വേഷിച്ചിട്ട് എഴുതാനാണ്. ഫാമിലി ഹിസ്റ്ററി, കുടുംബ ചരിത്രം. The history of families is an important literary source in local history writing. ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി എഴുതുമ്പോൾ ആ പ്രദേശത്തുള്ള മേജർ ഫാമിലീസിൻ്റെ ഹിസ്റ്ററി നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്. It is the responsibility of local historians to collect information on the interventions or contributions made by individuals to growth and progress of a village or a region after ensuring credibility of the information. അപ്പോൾ ഹിസ്റ്റോറിയൻസ് എന്താണ്, അവിടെയുള്ള മേജർ ഫാമിലീസ്, അതുപോലെ അവർ ആ ഒരു പ്രദേശത്തേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ആ ഇൻഫർമേഷനൊക്കെ കറക്റ്റാണെന്ന് തെളിയിച്ചിട്ട് അത് യൂസ് ചെയ്ത് ലോക്കൽ ഹിസ്റ്ററി എഴുതാം. അപ്പോൾ ഫാമിലീസിൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്. പിന്നീട് പറഞ്ഞൊരു സോഴ്സായിരുന്നു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ആണ്? ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സാൾട്ട് ലോ ബ്രീച്ച്ഡ്, സാൾട്ട് ലോനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഡോക്യുമെൻറ്റ് കെപ്റ്റ് ഇൻ തമിഴ്നാടു ആർക്കൈവ്സ് ത്രോ ലൈറ്റ് ഓൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് കേരള. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഇതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ഇത് ഇന്ത്യയിലുള്ള ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചുള്ളൊരു മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കാം. അതിനൊന്നും നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി അറിയാൻ സഹായിക്കുന്ന ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ: സെൻസസ് റിപ്പോർട്ട്, ഗസറ്റ് ഡോക്യുമെൻറ്റ്സ്, കോർട്ട് ഡോക്യുമെൻറ്റ്സ്, കോടതിയിലുള്ള ഡോക്യുമെൻറ്റ്സ്, ദെൻ സർവേ, ടാക്സ് ഡോക്യുമെൻറ്റ്സ്, പോലീസ് റിപ്പോർട്ട്സ്, ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്തരം ഡോക്യുമെൻറ്റ്സൊക്കെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മിക്കുക. It is through court documents that we can understand the details of the struggles and riots against British colonization. അപ്പോൾ കോർട്ട് ഡോക്യുമെൻറ്റ്, കോടതിയിൽ നിന്ന് കിട്ടുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെ കാണാം? അന്ന് കാലത്തുള്ള സ്ട്രഗിൾസ്, ഏതെങ്കിലും റയറ്റ്സ്, അക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള റെക്കോർഡ്സ് കോടതിയിൽ നിന്ന് ലഭിക്കും. വി റിലൈ ഓൺ സെൻസസ് റിപ്പോർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ പോപ്പുലേഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഓഫ് എ പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ. പോപ്പുലേഷൻസ്, ജനസംഖ്യ, അതുപോലെ ആളുകളുടെ ഡിഫറെൻറ്റ് സെക്ഷൻസിനെ കുറിച്ചൊക്കെ അറിയാൻ ഈ സെൻസസ് റിപ്പോർട്ടുകൾ സഹായിക്കും. ദെൻ വേറൊരു കാര്യമായിരുന്നു മോർട്ടേജ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ. മോർട്ടേജ് ഓർ ലീസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡീഡ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ഫ്രം ദീസ് വി ഗോട്ട് ഇൻഫർമേഷൻ ഓൺ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ. അതായത് മോർട്ടേജ് അല്ലെങ്കിൽ ലീസ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എഴുതപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ആ ഒരു പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ലഭിക്കും. ലോക്കൽ നോളജ്, സോങ്സ്, റൈറ്റ്സ്, റിച്വൽസ് ആൻഡ് ആർട്ട് ഫോംസ്. ഒരു ലൊക്കാലിറ്റിയുടെ ലോക്കൽ ഹിസ്റ്ററി അറിയാൻ സഹായിക്കുന്ന മറ്റൊരു സോഴ്സാണ് ലോക്കൽ നോളജ്. സോങ്സ്, റൈറ്റ്സ് ആൻഡ് റിച്വൽസ് ആർ ദ സോഴ്സ് ദാറ്റ് ആർ ഹെൽപ്പ് ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. Songs that refer to trade in local markets and trading centers refer to specialities of the area. അന്നത്തെ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, അവരുടെ ആളുകളെക്കുറിച്ചൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലെന്താണ് റീജിയണൽ വെറൈറ്റീസ് ഓഫ് പാഡി സീഡ്സ് ആണ്. നെല്ലിൻ്റെ പല ഇനം വിത്തുകളെക്കുറിച്ച്, നെല്ലിൻ്റെ പല ഇനം ഐറ്റംസിനെ കുറിച്ചിട്ട് ആണ് ഈ ഒരു സോങ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ കൃഷി ചെയ്തിരുന്ന വിളകളെക്കുറിച്ചാണ് ആ പാട്ട്. ലോക്കൽ ഹിസ്റ്ററി ഈസ് എ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി യൂസിങ്
Sources like memories, songs, proverbs, stories, folk commentaries, notices and invitations in addition to archaeological documents and historical monuments. ഒരു സമ്മറി പോലെ കൊടുത്തിരിക്കുകയാണ്. ലോക്കൽ ഹിസ്റ്ററി എന്തൊക്കെ നോക്കുന്നുണ്ട്? ഒരു ആളുകളുടെ മെമ്മറീസ്, പണ്ടത്തെ സോങ്ങുകൾ, പഴഞ്ചൊല്ലി പ്രോവർബ്, സ്റ്റോറീസ്, ഫോക്ക് കമൻ്ററി, നോട്ടീസ്, ഇൻവിറ്റേഷന്, ഈ ഒരു ആർക്കിയോളജിക്കൽ ഡോക്യുമെൻ്റ്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിന് പുറമെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ലോക്കൽ ഹിസ്റ്ററി എഴുതപ്പെടുന്നത്. The overall lifestyle of the region and day-to-day life are referred to in the local history. ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും അതിൽ എഴുതുന്നുണ്ട്. It is direct reflection of the society with which each of us is connected. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷനാണ്. ഒരു ഓവറോൾ വലിയ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രദേശത്തെക്കുറിച്ചൊന്നും അധികം എഴുതൂല. മീൻസ് ലോക്കൽ ഹിസ്റ്ററി ആണെങ്കിലും ഒരു ചെറിയ പ്രദേശത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിലുണ്ടാവും. We can write local history using the above mentioned sources. ഇപ്പോൾ ലോക്കൽ ഹിസ്റ്ററിയുടെ ഒരുപാട് സോഴ്സസ് നമ്മൾ പറഞ്ഞു. ആ സോഴ്സസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എഴുതാം. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് തിങ്സ് ടു ബി നോട്ടഡ്. ഇപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എന്താണ്, ലോക്കൽ ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി ലോക്കൽ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യമാണ് ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്. അതിലെന്തൊക്കെ പെടാം? ആക്യുറേറ്റ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ്. മൗണ്ടെയിന്, റിവർ, വാട്ടർഷെഡ് ഓഫ് എ പ്ലേസ് ഷുഡ് ബി ദർ ഇൻ ദ ഹിസ്റ്ററി റൈറ്റിംഗ് വെൻ ഈസ് സെലക്റ്റഡ് ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ആ പ്രദേശത്തുള്ള മലകൾ, പുഴകൾ, വാട്ടർ ഫീൽഡ്സിനൊക്കെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്. There should be references to the places of habitation, megaliths, stone inscriptions, forts, പ്ലേസസ് ഓഫ് വേർഷിപ്സ് ആൻഡ് ലൈക്ക്. എന്തൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെഗാലിത്സ്, കല്ലുകൾ, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും കൊത്തി എഴുതപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ കോട്ടകൾ, പാലസുകൾ, പിന്നെ ആരാധനാലയങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കൊടുക്കണം. ദെൻ ഒക്യുപ്പേഷൻ ഓർ മീൻസ് ഓഫ് ലിവിങ്. ദർ ഷുഡ് ബി ഇൻഡിക്കേഷൻസ് അബൌട്ട് മെയിൻ ക്രോപ്പ് ദാറ്റ് ഇസ് കൾട്ടിവേറ്റഡ് ഇൻ ദ ഏരിയ, ഹാൻഡിക്രാഫ്റ്റ്, ട്രേഡ് സെൻറ്റേഴ്സ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സർവീസ്. ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, എന്ത് ജോബാണ് ചെയ്യുന്നത്, അവിടുത്തെ കൃഷിയെക്കുറിച്ചിട്ട്, ട്രേഡ്, ഹെൽത്ത്, മെഡിക്കൽ സർവീസസിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ലോക്കൽ ഹിസ്റ്ററിയിൽ നൽകണം. സർവൈവൽ മോഡൽസ്, അനാലിസിസ് ഓഫ് വിത്ത്സ്റ്റാൻഡിങ് ഇഷ്യൂസ് സച്ച് ആസ് torrential rains, drought, epidemics, evictions and poverty should be included. ആളുകൾ പ്രദേശത്ത് സംഭവിച്ചിട്ടുള്ള ഇതുപോലത്തെ, അതായത് ഈ ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, പിന്നെ വരൾച്ച, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായി മാറിയിട്ടുണ്ടോ, പട്ടിണി, ഇതൊക്കെ ആളുകൾ എങ്ങനെ ഫേസ് ചെയ്തു, ഇത്തരത്തിലുള്ള ഇൻസിഡൻസൊക്കെ ആഡ് ചെയ്യണം. ദെൻ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡീറ്റെയിൽസ് റിഗാർഡിങ് എഡ്യൂക്കേഷൻ, ആളുകളുടെ വിദ്യാഭ്യാസം, വിമൻസ് എഡ്യൂക്കേഷൻ, അവിടുത്തെ ലൈബ്രറീസ്, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ മെൻഷൻ ചെയ്യണം. ദെൻ ലാൻഡ് റിലേഷൻസ്, ഡീറ്റെയിൽസ് ഓഫ് അഗ്രികൾച്ചറൽ ടൈപ്സ്, ഫ്യൂഡൽ സിസ്റ്റം ആൻഡ് ഓൾഡ് സ്റ്റാറ്റിക്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അന്നത്തെ പണ്ട് കാലത്ത് അവിടെ നിലനിന്നിരുന്ന കൃഷി രീതി, ഫ്യൂഡൽ സിസ്റ്റം, പണ്ടത്തെ അവസ്ഥകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഭൂമിയുടെ അവസ്ഥകൾ. ദെൻ പാട്രിയോട്ടിസം അഥവാ രാജ്യസ്നേഹം. ദർ ക്യാൻ ബി റെഫറൻസസ് ടു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസസ്. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോട്ടബിളായിട്ടുള്ള എന്തെങ്കിലും ആളുകളുണ്ടോ, രാജ്യത്തിന് വേണ്ടിയൊക്കെ പോരാടിയ ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യണം. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് എന്തായിരുന്നു, അതുപോലത്തെ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, പുതിയതായിട്ട് റോഡുകൾ വന്ന കാര്യങ്ങൾ, ബ്രിഡ്ജസ് വന്നത്, അങ്ങനത്തെ ഒക്കെ പറയാം. ദെൻ ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് എൻഷുവേഴ്സ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്. This is a detailed list of all sources used for writing history. Bibliography is usually given at the end of the study. Bibliography എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഒരു ഹിസ്റ്ററി എഴുതുമ്പോൾ അത് എത്രത്തോളം സത്യമാണ് എന്ന് തെളിയിക്കുന്നത് അതിൻ്റെ ബിബ്ലിയോഗ്രഫിയാണ്. ബിബ്ലിയോഗ്രഫി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സോഴ്സസ് നിന്നാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ എടുത്തത്.
ഇപ്പോൾ ഒരു ഏരിയയുടെ ഹിസ്റ്ററി അറിഞ്ഞത് എങ്ങനെയാണ്? ആളുകളോട് ചോദിച്ചിട്ടാണോ, ഏതെങ്കിലും ബുക്ക് നോക്കിയിട്ടാണോ, ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്തിട്ടാണോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഹിസ്റ്ററി എഴുതിയിട്ട് അവസാനം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതാണ് ബിബ്ലിയോഗ്രഫി. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് സ്ട്രക്ചർ, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? ടൈറ്റിൽ കൊടുക്കുക, പ്രദേശത്തിൻ്റെ പേര്, ദെൻ കണ്ടൻറ്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് സ്റ്റുഡൻറ്റ്, എന്താണ് എഴുതുന്നത്, പിന്നെ സർട്ടിഫിക്കറ്റ് പേജ് ഉണ്ടാവും, അക്നോളജ്മെൻറ്റ്, അതിനുശേഷം ഇൻട്രൊഡക്ഷൻ കൊടുക്കും, പിന്നെ പല ചാപ്റ്റേഴ്സ് ഉണ്ടാവും, കൺക്ലൂഷൻ കൊടുക്കും, അവസാനം റെഫറൻസ്, എന്തൊക്കെ പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്തു, ആരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിസിറ്റ് ചെയ്തു, ഈ കാര്യങ്ങൾ അറിയാനെന്നുള്ളത് എഴുതുക. ദെൻ അപ്പൻഡിക്സിൽ എന്താണ്? ഫോട്ടോസ്, പിന്നെ സോങ്സ്, ക്വസ്റ്റ്യനെയർ, ആളുകൾ ഇൻ്റർവ്യൂ ചെയ്ത ക്വസ്റ്റ്യനെയർ ഒക്കെ എഴുതാം. ദെൻ ലാസ്റ്റായിട്ട് ബിബ്ലിയോഗ്രഫി. ഓൾറെഡി പറഞ്ഞു എന്താ ബിബ്ലിയോഗ്രഫി എന്ന്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഹെൽപ്സ് അസ് ഇൻ റിട്രീവിങ് അവർ ലോസ്റ്റ് കൾച്ചർ എന്നാണ്. ഈ ഒരു ലോക്കൽ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചെറുതായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആ ഒരു കൾച്ചറിനെ കുറിച്ച്, നമ്മൾ മൺമറഞ്ഞു പോയ നമ്മളുടെ ഭൂതകാലത്തെക്കുറിച്ചിട്ട്, പാസ്റ്റിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്, ഭാവി തലമുറകൾക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് ഈ ലോക്കൽ ഹിസ്റ്ററി. ഫൈൻഡിങ് ദി ചേഞ്ചസ് ദാറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പൻഡ് ഇൻ ലൈഫ്, ഫോർമുലേറ്റിംഗ് വേസ് ടു ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഷെയറിംഗ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് ആർ ദ എയിം ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ചേഞ്ചസ്, ആ നാട്ടിൽ എന്തൊക്കെ മാറ്റമാണ് വന്നത്, പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ്, ഭാവിയിൽ എന്തൊക്കെ ചെയ്യാം, പിന്നെന്താണ്? ഈ ഒരു ഫ്യൂച്ചർ ജനറേഷനുമായിട്ട്, ഭാവി തലമുറയുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഈ ഒരു ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നതിൻ്റെ എയിം. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞത്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ് ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്താണ്, അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ്. And extended activities എന്തൊക്കെയാണ്? റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് യുവർ ഏരിയ ബൈ കളക്ടിങ് ആൻഡ് അനലൈസിങ് ദ നെസസറി ഡീറ്റെയിൽസ് ബേസ്ഡ് ഓൺ ദ സോഴ്സസ് റെഫേർഡ് ടു ഇൻ ദ ചാപ്റ്റർ. നമ്മൾ പഠിച്ച സോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലോക്കൽ ഹിസ്റ്ററി എഴുതാനാണ്. കണ്ടക്ട് എ ഡിബേറ്റ് വിത്ത് ദ ലോക്കൽ ഹിസ്റ്റോറിയൻ ആൻഡ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുക ലോക്കൽ ഹിസ്റ്റോറിയൻസിനും അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്ററി എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കൂട്ടി ഒരു ഡിബേറ്റ് നടത്താനാണ്. ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. Prepare a description after visiting the historical monument or places of your area. ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക. Collect ancient and modern coins of different countries and prepare an album after identifying the period, country and other features. കോയിൻസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പല രാജ്യങ്ങളിൽ നിന്നും പല കാലഘട്ടത്തിലൊക്കെ കോയിൻസ് കളക്ട് ചെയ്ത് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. ഇനി കോയിൻസ് കളക്ട് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസ് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഓരോ ഇമേജ് കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച്, അത് ഏത് സമയത്തതായിരുന്നു, ഏത് രാജ്യത്തിൻ്റെയാണ്, അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സൊക്കെ എഴുതാനാണ്. പ്രിപ്പയർ ദ ഹിസ്റ്ററി ഓഫ് യുവർ സ്കൂൾ ആൻഡ് ആഡ് ഇറ്റ് ടു സ്കൂൾ വിക്കി. ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു ഹിസ്റ്ററി പ്രിപ്പയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വർക്ക് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഹിസ്റ്ററി, എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതപ്പെടുന്നത്, അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലോക്കൽ ഹിസ്റ്ററി, ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി അതെങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ചാപ്റ്ററിന് ഒരു മലയാള സമ്മറിയാണ് തന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഓൾ.